അടുത്ത ആഴ്ച നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി പേജ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി ഇമാജിനേറ്റീവ് ക്രിയേറ്റീവ് ആയ വ്യക്തികളുടെ ഒരു എനർജിയാണ് കിട്ടുന്നത്. ഈ ഒരാഴ്ച നിങ്ങൾ കൂടുതൽ ഇമാജിനേഷൻ അതുപോലെ ആർട്ടിസ്റ്റിക് കാര്യങ്ങൾ അതിൽ മുഴുകാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രധാന അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ് പറയുന്നത് നോക്കുക. നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ആർട്ട്, മ്യൂസിക്, അതുപോലെ എന്തെങ്കിലും സെൽഫ് എക്സ്പ്രഷൻ ഏത് മാധ്യമമാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയി തോന്നുന്നത് അത് ഓപ്പൺ ആയിട്ട് സ്വീകരിക്കാൻ തയ്യാറാവുക. നിങ്ങൾ പുതിയ അനുഭവങ്ങൾ, അതുപോലെ പുതിയ ആൾക്കാർ, പുതിയ സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനാണ് പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ ഇൻസൈറ്റ്സ് ഒക്കെ തരാൻ സാധ്യതയുണ്ട്. അടുത്തായി വന്നിരിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇത് നിങ്ങൾക്കൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഹാർമണി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ബാലൻസ് വേണം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നൊരു സമയമാണിപ്പോൾ. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ല രീതിയിൽ അവരുടെ എക്സ്പെക്ടേഷൻസ് മാത്രമല്ലാതെ അവർക്ക് അതിന് ഈക്വൽ മെഷർ തിരിച്ചും കൊടുക്കാൻ തയ്യാറാവണം. പിന്നെ പൊതുവേ നിങ്ങളുടെ റിസോഴ്സസ് എന്ന് വെച്ചാൽ മണി മാത്രമല്ല കേട്ടോ, സമ്പത്ത് മാത്രമല്ല, നിങ്ങളുടെ സമയം അതുപോലെ കഴിവുകൾ, അതാണ് കൂടുതൽ. പണത്തിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറാവണം. അതുപോലെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവണം. ടെമ്പറൻസ്, ബാലൻസ് എന്നുള്ള ആ ഒരു തീം വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജഡ്ജ്മെന്റും വരുന്നുണ്ട്. 2 കാർഡ് ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടി വരുമ്പോൾ മൊത്തത്തിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഹീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഹാർമണി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു റീബർത്ത് പോലെ എന്തോ ഒരു സിറ്റുവേഷൻ അവസാനിച്ച് ഒരു പുതിയ ജന്മം നിങ്ങൾ എടുക്കുന്ന പോലത്തെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ പുതിയ ഒരു അവേക്കനിങ് നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ ആഴത്തിൽ അറിയാൻ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിനൊരു റിസൾട്ട് കിട്ടുന്ന സമയമാണിപ്പോൾ. നിങ്ങളുടെ എക്സ്പീരിയൻസിനെ എന്താണ് നിങ്ങൾ പഠിച്ചതെന്ന് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം നിങ്ങളിപ്പോൾ ഡെവലപ്പ് ചെയ്തു, നിങ്ങൾക്ക് എത്രമാത്രം ഗ്രോത്ത് ഉണ്ടായി എന്നത് സ്വയം മനസ്സിലാക്കുക. ഓൾറെഡി നമുക്കിതും കൂടി കിട്ടിയതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ, പേജ് ഓഫ് കപ്പും കൂടി എടുത്ത് ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് പുതിയ പേഴ്സ്പെക്റ്റീവ്സ്, അതിലോട്ടൊരു അവേക്കനിങ് വേണം. നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും പാതയിലാണ് എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള വളർച്ചയും